നമുക്ക് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഉണ്ണി ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. ഈ സംഭവത്തിന് ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. എന്താന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാന്ന് തോന്നുന്നു. 1 മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അത്രേ, കോഴിക്കോട്ടേക്ക്. ആ കാര്യോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് തുറന്നു പറയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്. ഉണ്ണി പേടിക്കണ്ട, അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാനിവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്കുക. എടാ ആ പാവം അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ? നമ്മൾ ആരും അവിടെ ചെന്നൊന്നും നോക്കിയില്ലല്ലോ. പാവ എവിടെ ഉള്ള പോലും നമ്മൾ 6 പേർക്കുള്ളത് വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞൂടാ. പിന്നെ എന്തോ അത്ര നോക്കാൻ. എടാ ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം അടുത്ത് വരികയല്ലേ, നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഈ മാസം 1-2 പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. അച്ഛനോട് അത് പറയാതെ കുഴപ്പമുള്ളൂ. അച്ഛൻ നമ്മളെ പിഴിയാ നടക്കുകയാണ്. അത് ശരിയാ. ദോരിക്കുന്ന ആളെ കണ്ട, നമ്മളെ തന്നെയാ നോക്കുന്നത്. വെള്ള ഷൂസും വെള്ള പാന്റ് അന്ന് നമ്മൾ അവിടെ കണ്ട ആളാടാ. അയാളുടെ വയസ്സ് നോക്കിക്കടാ, ഹിന്ദിക്കാരനാടാ. ഇയാളാടാ അന്ന് ഹിന്ദിയിൽ ആരോ വഴക്ക് പറഞ്ഞു കേട്ടത്. അയാൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. എടാ അത് തന്നെയാടാ അതിന് വായി. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു, സ്ഥലത്തില്ലായിരുന്നു അല്ലേ? അമ്മ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ. ഈ മരുന്ന് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട മോളെ. ദൈവമേ, എന്റെ മോളുടെ ഗതി ഇങ്ങനെ ആയല്ലോ. എനിക്കൊരു ദുഃഖവുമില്ല. അമ്മ മനസ്സ് വിഷമിച്ചൊന്നും വരുത്തി വെക്കണ്ട. എന്താ മരുന്ന് കഴിക്കുന്നില്ലേ? അമ്മ ഇങ്ങനെ കിടന്നതുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടൂ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരുമോ? അമ്മയ്ക്കറിയോ, ജനങ്ങളുടെ മുമ്പിൽ ഗോഷ്ഠി കാണിച്ച് നടക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു തേങ്ങലുണ്ട്. അതെൻ്റെ സഹോദരികളെ കുറിച്ച് ഓർത്ത് മാത്രമാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പറഞ്ഞ തീയതിക്ക് എന്നെ മല്ലികയുടെ വിവാഹം നടക്കും. ഞാൻ നടത്തും. നാളെ നിന്നെ കാണാൻ എന്റെ ആള് വരുന്നുണ്ട്. വലിയ ഫാമിലിയാ, വെട്ടുകാട്ടി കുടുംബം. കാനഡയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. 1 മാസത്തെ ലീവേ ഉള്ളൂ. അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ചെയ്യാൻ പോവാ? മണത്തി ചേരാൻ പോടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എനിക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. എടാ ഫെഡറിക്കേ, നിങ്ങളിങ്ങി വന്നേടാ. എന്നാ പച്ചാ? എടാ നിന്റെ പെങ്ങള് പറയണ കേട്ടില്ലേ, അവക്കിപ്പോഴേ കല്യാണം വേണ്ടാന്ന്. നിന്റെ കല്യാണം എപ്പോ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കണ്ട അമ്പലപ്പറമ്പി മിമിക്രിയും കാണിച്ചു നടക്കുന്ന തെണ്ടിയെ കെട്ടാമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം അത് നടക്കുകയല്ല. നീ എന്നതാടായി പറയണേ? എന്റെ മോളാവൊക്കെ എന്നേ മറന്നു ഇല്ലയോ? നമ്മുടെ കുടുംബത്തിന് യോജിച്ചൊരു വിവാഹത്തിനെ എന്റെ മോള് സമ്മതിക്കൂ ഇല്ലയോ മോളെ? മോള് പോയി കിടന്നു. ചെല്ല് മോളെ. അപ്പച്ചൻ എന്നതായി പറയുന്നേ? ഇവളുടെ നേരവും കാലവും നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയില്ല. എടാ, ഒരു കൊലയാളിയുടെ മിടുക്ക് കൊല ചെയ്യുന്നതിലല്ല, അത് ഒളിപ്പിക്കുന്നതില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടുത്തിയാട്ടും നല്ലതല്ല എന്ന്. നിന്റെയൊക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും. സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ആ ചെല്ലേ, പിള്ളേച്ചന് പലിശ കണക്ക് നോക്കി പോയി. ചെല്ലിയല്ലേ? പോ. സാർ, എല്ലാ വിവരങ്ങളും കിട്ടി. അവർ 6 പേരുണ്ട്. കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഗുഡ്. അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന്
ഇന്ന് തന്നെ അന്വേഷിക്കണം. ഓക്കെ സാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഉണ്ണി എവിടെ പോയി തൊലഞ്ഞിന്റെ അല്ല ഓഡിയൻസ് ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവൻ എവിടെയെങ്കിലും കല്യാണം വിളിക്കാൻ പോയി. എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞൂടെ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയല്ലേ? ഒരു ആർട്ടിസ്റ്റ് താനുണ്ട്, ഇപ്പൊ വരും. ഇത് വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. ഉള്ള ആൾക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ? നാട്ടുകാർ കസേര തല്ലി പൊളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നാട്ടെ. ശരി വാ. ചെല്ലേ. സാബു താൻ എന്തുദ്ദേശാടോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ? അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ? ആകെ കുളമായി. ഫസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാണ്. അത് ആദ്യം ഇട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടി താങ്ങി വന്നേ. ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ ഞാനില്ല, ഞാൻ കേറിയാൽ ശരിയാവില്ല. എടോ താൻ കുറെ കാലമല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി. ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിന് സ്മോൾ അടിച്ചോ. സ്മോൾ വേണം ഞാൻ അടിക്കാം, പക്ഷെ ശരി കളഞ്ഞാലില്ല. തമാശ പറയാ, ചുമ്മാ വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാദർശനയുടെ മിംസ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. പിന്നെ കൊല്ലാൻ നോക്കല്ലോ. ഇങ്ങോട്ടോ. തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രികെ കുരിശ. ഓ മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയടോ. എന്താ ഡയലോഗ് പറയാതെ? ഡയലോഗ് പറയണോ? പൊട്ടൻ നിന്റെ അപ്പൻ കളിക്കലേട്ടോ. അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്തേത് മമ്മൂട്ടി കൊളവാക്കിയ എവിടെ മുമ്പത്തെ നിലയിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കാതർബായുടെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നു. സാബു നമ്മളെ പാവ കാണാനില്ല. നീ എന്തായി പറയുന്നത്? നമ്മൾ ഒളിപ്പിച്ചു വെച്ച് പാവ കാണാനില്ലെന്ന്. നീ അവിടേക്ക് ശരിക്കും നോക്കിയോ? അവിടെ ഇല്ല, നോക്കി എവിടെയില്ല. പിന്നെ അവിടെ പോയി. നമുക്ക് 6 പേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. നമുക്ക് 6 പേർക്കും അറിയാമല്ലോ. 6 പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്ണിയെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. ആ ഉണ്ണി ഉദ്ദേശം തന്നെയാ. എടാ ജിമ്മി, നീ ഒന്നും ആലോചിക്കാം. തർക്കമൊന്നും വേണ്ട, നമുക്ക് ഉണ്ണിയുടെ വീട് ഒരു അന്വേഷിക്കാം. ആരാ? എന്താ എല്ലാരും കൂടി? ഉണ്ണി എവിടെ? ഉണ്ണി ഇവിടെ ഇല്ലേ? ഇല്ല, അവൻ മിനിയാന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണല്ലോ. നിങ്ങൾ അവനെ കണ്ടില്ലേ? മെനഞ്ഞാന്ന് പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇന്നുണ്ടായിരുന്ന പരിപാടിക്കാൻ വന്നുമില്ല. അയ്യോ, അവൻ പിന്നെ എവിടെ പോയി? പത്താം തീയതി ഇവരുടെ കല്യാണോ? ഒന്നും അടുപ്പിച്ചിട്ടില്ല. എന്റെ മോൻ എന്തു പറ്റി? അയ്യോ അമ്മച്ചി, അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അല്ലേ? ആ, ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. പെങ്ങളെ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി. ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാണ്. അവൻ എവിടെങ്കിലും വിൽക്കാൻ കൊണ്ടുവരും, അതോടകത്താകും. നമ്മൾ കുടുങ്ങിയത് തന്നെ. പോലീസിനെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരിച്ച് സൂപ്പാക്കും. ഞാനെന്റെ മലപ്പുറത്തുള്ള മാമാട് വീട്ടിൽ പോയി. മലപ്പുറത്തെ മാമ നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത്. മനുഷ്യൻ മനസ്സമാനത്തോട് ഉറങ്ങിയിട്ട് ദിവസം എത്ര നേരം നിനക്ക്? ഇനി കാതർവായുടെ ആൾക്കാർ ഉണ്ണിയും പിടിച്ച് ഡയമണ്ട്സ് എടുത്തിട്ടേ കാണൂ. ആ ഒരു കണക്കിന് തലേന്ന് പോയി നന്നായി. നീ എന്തോന്ന് മിണ്ടാതെ നിൽക്കുന്നത്? എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉണ്ണി അത് എടുക്കില്ല. പിന്നെ നീയാണോ എടുത്തത്? എടാ, സാഹചര്യം വരുമ്പോ നീ ഞാനും ഒക്കെ തെറ്റ് ചെയ്തു പോകും.
നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല. ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് അറിയാൻ ഒരു വഴിയുണ്ട്.